Hello, my dear students. Welcome back to Corporate Regulations, 29th session. നമ്മളിപ്പോഴും ചാപ്റ്റർ 3 ഷെയർസ് ആൻഡ് ഷെയർ ക്യാപിറ്റലാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് സിബിയുടെ ഗൈഡ് ലൈൻസ് ആണ് ഫോർ പബ്ലിക് ഇഷ്യൂസ്. അതായത് ഏതൊരു കമ്പനി അവരുടെ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ സിബിയുടെ ഗൈഡ് ലൈൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സിബി എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സിബി മീൻസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇത് 1988 ഏപ്രിൽ 12 ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നിയമാനുസൃതമല്ലാത്ത ഒരു ബോഡി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പിന്നീട് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഓഫ് ഇന്ത്യനെ മൊത്തം റെഗുലേറ്റ് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്പെക്സ് ബോഡി, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ബോഡി. ഇപ്പം നമ്മളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് അപ്പെക്സ് ബോഡി നിൽക്കുന്നത് നമ്മുടെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെയും ഏറ്റവും ഉന്നത തലത്തിൽ അപ്പെക്സ് ബോഡി ആയിട്ട് നിൽക്കുന്നത് സെബിയാണ്. അപ്പം ഈ ഒരു സെബി ശരിക്കും നമ്മുടെ സെക്യൂരിറ്റി മാർക്കറ്റ് മൊത്തത്തിൽ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റാണ് 1988 സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പിന്നീട് 1992 നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു പ്രത്യേക അമെൻമെൻറ്റ് പാസ്സാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സിബിനെ സ്റ്റാറ്റ്യൂട്ടറി ഫോമായിട്ട്, നിയമാനുസൃതമായിട്ടുള്ളൊരു ഫോമായിട്ട് മാറ്റി. ഓക്കെ, അപ്പം അതിന് ശേഷമാണ് സിബി കുറേ കൂടി ആക്റ്റീവായത്, നമ്മളുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറേ കൂടി പ്രസിദ്ധമായത്. നമ്മളുടെ സിബിയുടെ മെയിൻ ഓബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ സെക്യൂരിറ്റി മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റിൽ സെർവ് ചെയ്യുന്ന ബ്രോക്കേഴ്സ്, മർച്ചൻറ്റ് ബാങ്കേഴ്സ്, അതുപോലെ മറ്റുള്ള ഇൻ്റർമീഡിയറീസ്, അവരുടെയൊക്കെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർവീസുകൾ പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് മെയിനായിട്ടും സിബി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കമ്പനി എന്തെങ്കിലും പബ്ലിക് ഇഷ്യൂ, ഷെയർസ് ആയിട്ടോ ഡിബെഞ്ചേഴ്സ് ആയിട്ടോ ഇഷ്യൂസ് കൊടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കമ്പനി ഏതായാലും സിബിയുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യേണ്ടതാണ്. കാരണം സിബി സ്റ്റാറ്റ്യൂട്ടറി ഫോമാണ് അല്ലേ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫോമാണ്. അപ്പം ഈ സിബിയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് ഏതെങ്കിലും ഒരു കമ്പനി അവരുടെ ഷെയർസ് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് പബ്ലിക് ഇഷ്യൂ ആയിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യണം? കമ്പനിയുടെ പ്രോസ്പെക്ടസ് ഈ പറയുന്ന ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. ഓക്കെ, അത് മാത്രമല്ല ഈ പ്രോസ്പെക്ടസിൽ ആ കമ്പനിയിൽ അവരുടെ റിസ്ക് ഫാക്ടർ എന്താണെന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ അവരുടെ ഇഷ്യൂസ്, ഷെയർസ് ഇങ്ങനെ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അവരിപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് എന്താണ്, അതെല്ലാം പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഈ പറയുന്ന പബ്ലിക് ഇഷ്യൂസിലെ പ്രോസ്പെക്ടസ്, നമ്മൾ പബ്ലിക് ഇഷ്യൂസിന് വേണ്ടി പ്രോസ്പെക്ടസ് നമ്മൾ കൊടുക്കുമ്പോൾ അത് ആദ്യമേ തന്നെ എന്ത് ചെയ്യണം? സിബിയിൽ ആദ്യം കൊടുത്ത് അവിടെ ഫയൽ ചെയ്ത് അതിനുശേഷം 21 ദിവസം കഴിയുമ്പോൾ നമ്മുടെ രജിസ്ട്രാർ ഓഫ് ദ കമ്പനിയായിട്ട് അത് ഫയൽ ചെയ്യണം. അതാണ് പറയുന്നത് പബ്ലിക് ഇഷ്യൂ പ്രോസ്പെക്ടസ് ടു ബി ഫൈൽഡ് വിത്ത് ROC ആഫ്റ്റർ 21 ഡേയ്സ് ഓഫ് ഫയലിംഗ് ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് വിത്ത് SEBI. അപ്പോൾ ആദ്യം കമ്പനിയുടെ പ്രോസ്പെക്ടസ് സിബിയിൽ ഫയൽ ചെയ്യണം. അത് ഫയൽ ചെയ്ത് 21 ദിവസം കഴിഞ്ഞിട്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനിയിലേക്ക് അത് ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഈ പറയുന്ന പ്രോസ്പെക്ടസിൽ കമ്പനിയുടെ മാനേജ്മെൻറ്റ്, അവരുടെ പാസ് ഹിസ്റ്ററി, പ്രസൻറ്റ് ബിസിനസ്, ഇതെല്ലാം കൃത്യമായി ഹൈലൈറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഇത് കൂടാതെ ഈ പറയുന്ന പ്രോസ്പെക്ടസിൽ ആ കറസ്പോണ്ടിങ് കമ്പനിയുടെ മറ്റുള്ള ലിസ്റ്റഡ് കമ്പനീസ് ഏതാണെന്നും ആ കമ്പനീസ് എന്തൊക്കെയാണ് ക്യാപിറ്റൽ ഇഷ്യൂസ് ഫോം ചെയ്തില്ല കഴിഞ്ഞ 3 വർഷം എന്നുള്ള കാര്യങ്ങളും ആ പ്രോസ്പെക്ടസിൽ വ്യക്തമാക്കിയിരിക്കണം. ചില കമ്പനീസ് അവരുടെ ഷെയർസ് പ്രീമിയം ഇഷ്യൂസ് ആയിട്ട് ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, കാരണം അതിൽ കുറേ പ്രീമിയം ഇഷ്യൂ എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ജസ്റ്റ് പ്രീമിയം ഇഷ്യൂ എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കിയാൽ മതി. സോ ആ രീതിയിൽ പ്രീമിയം ഇഷ്യൂ ആയിട്ടാണ് ഷെയർസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റിഫയബിൾ ആയിരിക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ കമ്പനിയുടെ പബ്ലിക് ഇഷ്യൂവിൻ്റെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് മിനിമം 3 ദിവസവും മാക്സിമം 10 ദിവസം വരെ ഓപ്പണായിട്ട് വെച്ചിരിക്കണം.
ഓക്കെ. ഇനിയിപ്പം ഈ പറയുന്ന പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ആണെങ്കിൽ, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി എന്ന് വെച്ചാൽ നമ്മുടെ നാടിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള കമ്പനീസ്, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ്, വാട്ടർ അതോറിറ്റി, ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റി, അതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയിൽ വരുന്ന കമ്പനീസ്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനീസിൻ്റെ പബ്ലിക് ഇഷ്യൂസ് ആണെങ്കിൽ മാക്സിമം 21 ദിവസം വരെ ഓപ്പൺ ആക്കി വെക്കണം. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ആക്കി വെക്കുന്നത് അതിൻ്റെ പീരീഡ് ഓഫ് ഓപ്പറേഷനാണ്. ഓക്കെ. അത് കൃത്യമായിട്ട് പ്രോസ്പെക്ടസിൽ വ്യക്തമാക്കിയിരിക്കണം എത്ര ദിവസമാണ് ഇത് ഓപ്പൺ ആവുന്നത് എന്നുള്ളത്. ഓക്കെ. പിന്നെ നമ്മളുടെ കളക്ഷൻ സെൻറ്റേഴ്സ്, ഈ ഇഷ്യൂസിൻ്റെ കളക്ഷൻ സെൻറ്റേഴ്സ് മിനിമം നമ്പർ ഓഫ് കളക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കണം. അത് നമ്മുടെ 4 മെട്രോപൊളിറ്റൻ സെൻറ്റേഴ്സ്, മുംബൈ, ഡൽഹി, കൽക്കട്ട, ചെന്നൈ, ആ സെൻറ്റേഴ്സിന് ലൊക്കേറ്റഡ് റീജൻസിലായിരിക്കണം അതിൻ്റെ രജിസ്റ്റർ ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഒരിക്കലും കളക്ഷൻ ഏജൻസ് കളക്ഷൻ ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്യാൻ പാടില്ല. പിന്നെ പ്രോസ്പെക്ടസിൽ സ്പെസിഫൈ ചെയ്യുന്ന അമൗണ്ടിൽ കൂടുതലായിട്ടുള്ള അമൗണ്ട് അവർ എന്ത് ചെയ്യാൻ പാടില്ല, കളക്ട് ചെയ്യാനും പാടില്ല. ഇനി ഏതെങ്കിലും കമ്പനിയുടെ ഈ പറയുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അമൗണ്ട്, ആ പ്രോസ്പെക്ടസിൽ പറയുന്ന അമൗണ്ടിൻ്റെ മിനിമം അമൗണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ആ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇഷ്യൂസ് അവർക്ക് അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അത് കമ്പനി ചെക്കായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ആയിട്ടോ റിസീവ് ചെയ്ത ശേഷം മാത്രമേ അലോട്ട് ചെയ്യുള്ളൂ. ഇനി നമ്മൾ ഈ പറയുന്ന സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇഷ്യൂസ് നമ്മൾ ഒരു കമ്പനിയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ അമൗണ്ട് എന്ന് പറയുന്നത് അത് നമ്മളുടെ നോമിനൽ അമൗണ്ടിൻ്റെ 5% ആയിരിക്കും. ഓക്കെ. അപ്പം അത് നമ്മളുടെ സിബി സ്പെസിഫൈ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ഏതെങ്കിലും വ്യക്തി ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇഷ്യൂസ് വാങ്ങിക്കുമ്പോൾ അപ്ലിക്കേഷൻ അമൗണ്ട് മാത്രമേ പേ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ, ബാക്കി അതിൻ്റെ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർ അമൗണ്ട് പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ആ അമൗണ്ട് എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ അമൗണ്ട് അയാൾക്കത് തിരിച്ചു കൊടുത്തിരിക്കണം. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ ആപ്ലിക്കേഷൻ അമൗണ്ട് മാത്രമേ പേ ചെയ്തുള്ളൂ, അയാൾ ഷെയർസ് അല്ലെങ്കിൽ ഇഷ്യൂസിൻ്റെ അമൗണ്ട് പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇഷ്യൂസ് ക്ലോസ് ചെയ്ത ശേഷം 15 ദിവസത്തിനുള്ളിൽ ആ ആപ്ലിക്കേഷൻ അമൗണ്ട് തിരിച്ച് കൊടുത്തിരിക്കണം. അങ്ങനെ അല്ലാത്ത പക്ഷം നമ്മുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സിന് അതിൽ ലയബിൾ ആയിരിക്കും. അവർ ആ 15 ദിവസത്തിന് ശേഷമാണ് അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് അടക്കം പെർ ആനം 15% ഇൻട്രസ്റ്റ് അടക്കം കൊടുക്കേണ്ട ബാധ്യത വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഷെയർ ക്യാപിറ്റൽ അലോട്ട് ചെയ്യുമ്പോൾ ആ അലോട്ട് ചെയ്യുന്നത് രജിസ്ട്രാറുടെ അടുത്ത് 30 ദിവസത്തിനുള്ളിൽ അലോട്ട്മെൻറ്റിൻ്റെ ഫീസ്, പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ഫീസ് കൊടുത്തുകൊണ്ട് കമ്പനി രജിസ്ട്രാറെ അറിയിച്ചിരിക്കണം. പിന്നെ ഏതൊരു കമ്പനി ഈ പബ്ലിക് ഓഫേഴ്സ് ചെയ്യുന്നതും അവർ ഈ പറയുന്ന അപ്ലിക്കേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ ഒന്നിൽ കൂടുതൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ കൊടുത്ത് അവരുടെ അടുത്ത് പെർമിഷൻ വാങ്ങിച്ചിരിക്കണം അത് പബ്ലിക് ഇഷ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളുടെ ഈ എക്സ്ചേഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ആ പ്രോസ്പെക്ടസിൽ ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് ഇത് അവർ ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കണം. പിന്നെ എല്ലാ പൈസയും ഈ പറയുന്ന പബ്ലിക് സബ്സ്ക്രിപ്ഷനിലൂടെ കിട്ടുന്ന എല്ലാ പൈസയും ആ കമ്പനി സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു ഷെഡ്യൂൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ ക്യാപിറ്റൽ ഇഷ്യൂ ഫുള്ളി പെയ്ഡപ്പ് 120 ദിവസത്തിനുള്ളിലാണ് ഫോം ചെയ്യേണ്ടത്. അണ്ടർ റൈറ്റിംഗ് എപ്പോഴും മാൻഡേറ്ററി ആണ്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് പബ്ലിക് ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം. ഡിമാറ്റ് അക്കൗണ്ട് എന്നൊക്കെ പറയുന്നത് അതാണ്. അതായത് എല്ലാ പബ്ലിക് ഓഫേഴ്സും ഏതൊരു കമ്പനിക്കും, പ്രത്യേകിച്ചും പബ്ലിക് കമ്പനീസ് ആകുമ്പോൾ അവർ ഡീമെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ഫോമിലാണ് ഇറക്കുന്നത്. അത് അക്കോർഡിംഗ് ടു ദ ഡെപ്പോസിറ്ററീസ് ആക്ട് 1996. അതായത് നമുക്ക് ഇലക്ട്രോണിക് ഫോമിലായിട്ട് തന്നെയാണ് അവർ അവരുടെ സെക്യൂരിറ്റീസ് ഷെയർസ് ഇറക്കുന്നത്. അങ്ങനെയാണ് പബ്ലിക് കമ്പനീസിനും ഒരു അധികാരം കൊടുത്തിട്ടുള്ളത്. പക്ഷേ മറ്റുള്ള കമ്പനീസ്, പബ്ലിക് കമ്പനീസ് അല്ലാതെയുള്ള കമ്പനീസിന് അവർക്ക് പിന്നീട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ സെക്യൂരിറ്റീസിനെ ഡീമെറ്റീരിയലൈസ്ഡ് ആക്കാം. ഓക്കെ. സോ അതും ഈ പറയുന്ന ഡിപ്പോസിറ്ററി ആക്റ്റിൽ അതിന് അനുസരിച്ചുള്ള റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഡീമെറ്റീരിയലൈസ്ഡ് ഫോം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഡിമാറ്റ് ഫോം എന്ന് പറയുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്, ഇസോപ്പ്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, എന്താണ് ഇസോപ്പ്? അതായത്
ഇത് ഒരു ഓപ്ഷനാണ്. നമ്മുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സ്, ഓഫീസേഴ്സ്, എംപ്ലോയീസ് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്. അത് കമ്പനി, അത് മെയിൻ കമ്പനി അതിൻ്റെ സബ്സിഡിയറി കമ്പനീസിൻ്റെ റിലേറ്റഡ് ആയിട്ട് കൊടുക്കുന്ന ഓപ്ഷനാണ്. ഇതനുസരിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ടേഴ്സ്, ഓഫീസേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് ഇവർക്ക് എന്ത് ചെയ്യാം, കമ്പനിയുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാം ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു പ്രീ ഡിറ്റർമിൻ പ്രൈസ് വെച്ചുകൊണ്ട്. അതിനുള്ളൊരു ഓപ്ഷനാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാന് ശരിക്കും ഒരു കോൺട്രാക്റ്റാണ് കമ്പനിയും എംപ്ലോയിയും തമ്മിൽ. ഇതിലൂടെ കമ്പനിയുള്ള എംപ്ലോയീസിന് ഈ പറയുന്ന കമ്പനിയുടെ സ്പെസിഫിക് നമ്പർ ഓഫ് ഷെയർസ് പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റാണ് കൊടുക്കുന്നത് ഒരു ഫിക്സഡ് പ്രൈസിൽ, അതൊരു പർട്ടിക്കുലർ പീരീഡിൽ. ആ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രാൻഡ് അല്ലെങ്കിൽ എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കമ്പനി ഫർദർ ഇഷ്യൂ ഷെയർ ക്യാപിറ്റൽ നടത്തുമ്പോൾ ആ ഫർദർ ഇഷ്യൂ എംപ്ലോയീസിന് ഓഫർ ചെയ്യാം. ഓക്കെ, അതും ഈ പറയുന്ന എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ്റെ ഒരു സ്കീമിലായിരിക്കും കൊടുക്കുന്നത്. അത് കമ്പനി പ്രത്യേകം ഒരു റെസൊല്യൂഷൻ ഫോം ചെയ്തിട്ട് ചില പർട്ടിക്കുലർ കണ്ടീഷനിലായിരിക്കും അത് കൊടുക്കുന്നത്. ഓക്കെ, സോ അതാണ് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്.